ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന്റെ സ്പന്ദനം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ജീവനില്ല. ഇന്നും മനുഷ്യമക്കളോടുള്ള സ്നേഹത്താൽ തുടിച്ചുകൊണ്ട് അനുദിനവും നമുക്കായി മുറിയപ്പെടുന്ന സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയത്തെ പ്രണയിച്ച് ആ തിരുഹൃദയ സ്നേഹം ജീവിത നിയമമാക്കി മാറ്റിയ ശ്രേഷ്ഠ പുരോഹിതനാണ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ. മനുഷ്യഹൃദയങ്ങളിൽ വസിക്കാനുള്ള ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടുന്ന് ഒരു കുഞ്ഞപ്പത്തോളം ചെറുതായതെന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും അവൻ ഒഴുക്കിയത് സ്നേഹത്തിന്റെ തുള്ളികളുമായിരുന്നു എന്ന് ഗ്രഹിച്ച ഊക്കനച്ചൻ തന്റെ ആത്മീയ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു: കണ്ടാലും മനുഷ്യമക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന ആ തിരുഹൃദയത്തെ. സന്യാസ പരിശീലനത്തിന്റെ ആദ്യ നാളുകളിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ജീവിതത്തെ അടുത്തറിഞ്ഞപ്പോഴാണ് ദിവ്യകാരുണ്യവും ഈശോയുടെ തിരുഹൃദയവും തമ്മിലുള്ള ആഴമായ ബന്ധം മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയും ഈശോ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന വലിയൊരു സത്യം ഇതാണ്: ഓരോ കുഞ്ഞപ്പത്തിലും മറിഞ്ഞിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം. അതെ, ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ തിരുഹൃദയ വണക്കമാസത്തിൽ നമ്മെ തന്നെ അവിടുത്തെ തിരുഹൃദയത്തോട് പൂർണ്ണമായി നമുക്ക് ചേർത്ത് വെക്കാം. അനുദിനവും നാം അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയിലൂടെയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത് അവിടുത്തെ തിരുഹൃദയമാണെന്ന വലിയ സത്യം നമുക്ക് തിരിച്ചറിയാം. ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ അനുദിനം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിക്കായി തന്റെ ഹൃദയത്തെ ഒരുക്കിയതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും ഈശോയെ സ്വീകരിക്കാനായി ഒരുക്കാം. ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ബലഹീനമാകപ്പെട്ട ഹൃദയങ്ങളെ പൂർണ്ണമായി അവിടത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവിടുത്തെ സ്വന്തമായി നമുക്ക് തീരാം.